ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ ഈ FCRയെ പറ്റിയും കാത്തലിക് സഭയെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അതിനകത്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഇവാഞ്ചലിക്കൽ സഭയ്ക്ക് ഇതുമായിട്ടൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, നഷ്ടപ്പെടാൻ പോകുന്ന കാത്തലിക് സഭയ്ക്കാണ്. അതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും എന്നെ കോട്ട് ചെയ്ത് വീഡിയോ ഒക്കെ വളരെ നല്ലത്. പല കാത്തലിക്സിലെ പല അച്ഛന്മാരും എന്നോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്, ചില പോയിന്റുകൾ. അതായത് ഇത്രയും നാളും കാത്തലിക് സഭ കണ്ടിരുന്ന ഒരു സംഭവമുണ്ട്, അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്നല്ല, പല അച്ഛന്മാരും ഫോണിൽ കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, കേരളത്തിലെ ഇന്ത്യയിലെ കാത്തലിക് സഭ മാറി ചിന്തിക്കേണ്ട സമയമാണ് ഇത്. ഇനി ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും കേരളത്തിലെ കാത്തലിക് സഭ, അതായത് കേരളത്തിലെ ഇലക്ഷൻ നടക്കുകയാണ്. എനിക്കറിയാവുന്ന കാത്തലിക് സഭയിലെ പല അച്ഛന്മാരും, അതായത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ്, അതേപോലെ തന്നെ അവർ സ്ഥിരമായിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും BJPക്കും നരേന്ദ്രമോദിക്കും ജനസംഖ്യ, അതായത് സംഘപരിവാറിനൊക്കെ അനുകൂലമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റും വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 1.5-2 മാസമായിട്ട് അതൊന്നും കാണാനില്ല. അപ്പം അതൊരു ഇഷ്യൂ തന്നെയാണ്. അവർക്കിപ്പോൾ ഇപ്പോഴാണ് കേരളത്തിലെ കാത്തലിക് സഭയ്ക്ക് മെത്രാന്മാർക്കും അച്ഛന്മാർക്കും, അതായത് BJP ആയിരുന്ന പല ആൾക്കാർക്കും യഥാർത്ഥത്തിൽ പിടികിട്ടിയത്. അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ 3ാമത്തെ ടേം എന്ന് പറയുന്നത്, യു ടേക്ക് ഇറ്റ് ഫ്രം മീ, എൻ്റെ വാക്കാണ് നിങ്ങളോട്, കാത്തലിക്സിലെ സഭ അച്ഛന്മാരും വിശ്വാസികളും, നിങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. 3ാമത്തെ ടേം എന്ന് പറയുന്നത് കാത്തലിക് സഭയെ ഇന്ത്യയിൽ നിന്നും നശിപ്പിക്കുക എന്നത് അവരുടെ ഒരു അജണ്ടയാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ അജണ്ടയുടെ കാരണം? ഞാൻ ഓരോന്ന് പറയുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഓരോന്നിൻ്റെ വെർട്ടിക്കൽസ് എന്തുവാണെന്ന്. മോദി ഗവൺമെൻറ്റും BJP ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി അജണ്ടയാണ് 2ാമത്തെ ടേം മുതൽ, അതായത് ഹിന്ദി എന്ന് പറയുന്ന ഭാഷ ഇന്ത്യ ആകമാനം വരണം. അതായത് അമിത്ഷാ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, പല ആവർത്തി പറഞ്ഞു, ഒരു സമയം ഉണ്ടാകും, അതായത് ഇംഗ്ലീഷ് പറയുന്നവരെ അടിച്ചോടിക്കുന്ന സമയം, അവരെ അവഹേളിക്കുന്ന സമയം, നാണം കെടുന്ന സമയം. ഇതൊക്കെ നിങ്ങൾക്കറിയാം ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ്. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണ്ട, ഇവിടെ ഹിന്ദി എഡ്യൂക്കേഷൻ മതി. അതായത് ഈ പറയുന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 5000 വർഷത്തെ സംസ്കാരം, 5000 വർഷമേ ഇന്ത്യയുടെ സംസ്കാരം. ഒരു 10, 70, 50, 60 വർഷം അങ്ങോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ കോടകം പോലും ഇല്ലാത്തവന്മാരായിരുന്നു. അതായത് ഞാനും നിങ്ങളും ഇന്ത്യയിൽ. അതാണ് ഈ 5000 വർഷം. അപ്പോൾ 5000 വർഷം മുമ്പ് എന്ത് കുന്തമായിരുന്നു ഇന്ത്യയിൽ? അത്രയെപ്പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. അതായത് മനസ്സിലാക്കേണ്ടത്, 5000 വർഷം ആ ഒരു സംസ്കാരത്തിലൊക്കെ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകണം. അതായത് സ്റ്റോൺ ഏജിനേക്കാളും മോശമായ രീതിയിൽ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകണം. ഇതൊക്കെ അജണ്ടയുടെ ഭാഗമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ഹിന്ദി എഡ്യൂക്കേഷനും CRA, അതായത് കാത്തലിക് സഭയുമായിട്ടുള്ള പ്രശ്നം? കൃത്യമാണ്. നിങ്ങൾ ഈ പറയുന്ന ദളിറ്റ്സിനും ആദിവാസികൾക്കും ബാക്ക്വേർഡ് ക്ലാസ്സിനും നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുത്തു. അവരെ സ്കൂളിലിരുത്തി നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചപ്പോഴാണ് അവന് ബോധമായത് അവൻ്റെ വലത് കൈ ഏതാ ഇടത് കൈ ഏതാണെന്ന്. അതാണ് പ്രശ്നം. അതായത് അവന് എഡ്യൂക്കേഷൻ കിട്ടിയപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ മനുഷ്യനാണോ അതോ മൃഗമാണോ. കൃത്യമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അതിൻ്റെ കാരണം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കാത്തലിക് സഭയും തമ്മിൽ ഇന്ത്യയിൽ ബന്ധമുണ്ട്, ഉറപ്പായിട്ടും ബന്ധമുണ്ട്. കാരണം ഈ പറയുന്ന ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്ക്, എത്ര ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ ചാരിറ്റി സംഘടനകൾ, ഇന്ത്യയിലെ എത്ര ഗ്രാമങ്ങളിൽ അവർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോൾ ഒരു പുല്ല് കൊടുക്കുന്നില്ല. എന്താ കൊടുക്കാത്തത്?
കാരണം അവർക്കറിയാവുന്ന കാരണമാണ് ഈ ഫ്രീ എഡ്യൂക്കേഷൻ, അതായത് ഹിന്ദി അല്ലാതെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് അവർ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തും, അതായത് സ്കൂളുകളുടെ അകത്ത് അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും വേറെ വേറെയാണ്. ഇത് ബേസിക്കലി നോർത്ത് ഇന്ത്യയും വെസ്റ്റേൺ ഇന്ത്യയും അറിയാത്തത് വെറുതെ പറയുന്ന കഥകളാണ്. അല്ലാതെ സത്യമെന്ന് പറയുന്നത് അവൻ ഭയങ്കര ഡിസ്പാരിറ്റിയാണ്, ഭയങ്കര കാസ്റ്റ് ഡിസ്ക്രിമിനേഷനാണ്. അത് ഇന്ത്യയിൽ ഈ പറയുന്ന ദളിറ്റ്സിനും ആദിവാസിക്കും ബാക്ക്വേർഡ് ക്ലാസ്സിനും എഡ്യൂക്കേഷൻ എന്ന് കിട്ടി അവൻ തർക്കിക്കാൻ തുടങ്ങി. ഇതാണ് പ്രശ്നം. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് പ്രശ്നം. അതെങ്ങനെ മാത്രം ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും? അതിനവർ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് കാത്തലിക്സിനെയാണ്. ഏറ്റവും വലിയ തെളിവ് ഇവർ പറയുന്നത്, അതായത് നോർത്ത് ഈസ്റ്റിലുള്ള എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, എഗ്രീഡ്. കാരണം അവരുടെ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. പക്ഷെ അവർക്ക് ഹിന്ദി അറിയാം. ഇംഗ്ലീഷ് ഭാഷ നോർത്ത് ഈസ്റ്റിലുള്ളതിൻ്റെ പേരിലാണ് അവിടെ ഒരൊറ്റ RSSകാരനെ അവിടെ കയറുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയാം എത്ര RSSൻ്റെ ജനസംഘിൻ്റെ RSSൻ്റെ സംഘപരിവാറിൻ്റെ പരിപാടികൾ ഇവർക്ക് നോർത്ത് ഈസ്റ്റിൽ ചെയ്യാൻ പറ്റും. കാരണം ഇംഗ്ലീഷ് അങ്ങോട്ട് ഇംഗ്ലീഷ് കയറിക്കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ആൾക്കാരെ എടുത്ത് ദൂരെ കളഞ്ഞ് അവരങ്ങോട്ട് കയറേണ്ടതാണ്. ഇതാണ് സംഭവം. അതേപോലെ തന്നെ ഇവർ ഭയക്കുന്നൊരു സംഭവമാണ് ഈ ദളിറ്റ്സിനും ആദിവാസിക്കും ബാക്ക്വേർഡ് ക്ലാസ്സിനും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന മാറ്റമെന്ന് പറയുന്നത് അവൻ ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലോട്ട് വരിക. ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരു കൃത്യമായിട്ടൊരു കാര്യം സൂചിപ്പിച്ചു. അതായത് 10, 25, 30 വർഷം മുമ്പ്, അതായത് ഗവൺമെൻറ്റിൻ്റെ വേക്കൻസികൾ വരുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വേക്കൻസി വരുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വേക്കൻസി. അതിനകത്ത് റിസർവേഷനുണ്ട്. അതായത് SC ആൻഡ് ST ഉണ്ട്, OBC ഉണ്ട്, ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്. ഈ റിസർവേഷൻ്റെ അകത്ത് ശ്രദ്ധിക്കുക, അതിനകത്ത് 10% പോലും ആൾക്കാരെ കിട്ടത്തില്ലായിരുന്നു, ഇൻക്ലൂഡിങ് സിവിൽ സർവീസിൽ പോലും. എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ? നേരെ U-ടേൺ അടിച്ചു. കാരണം ഇതിനകത്ത് ആൾക്കാരെ കിട്ടാൻ തുടങ്ങി. അപ്പം നേരത്തെ ആൾക്കാരെ കിട്ടാതിരുന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന ജനറലിൽ നിന്ന് ആൾക്കാരെ എടുക്കും. ഇവർക്ക് ഈ പറയുന്ന അപ്പർ കാസ്റ്റിന് ജോലിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇന്ന് 3ാമത്തെ മോദി മന്ത്രിസഭ അധികാരത്തിലിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഒന്നാമത് അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കര ഷാർപ്പായിരുന്നു കൂടി. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഇല്ല എന്ന് പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് അല്ല, ഇല്ല എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫോർവേഡ് കാസ്റ്റാണ്. അതായത് അപ്പർ കാസ്റ്റാണ് പറയുന്നത് ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് ബാക്ക്വേർഡ് ക്ലാസ്സിന് അവനും പഠിച്ചു, അവന് ജോലി കിട്ടാൻ തുടങ്ങി. കാരണം റിസർവേഷൻ തന്നെയാണ് മോഡ്. അതിൻ്റെ പേരിലാണ് ഭയം ബേസിക്. കാരണം അവന് ഇംഗ്ലീഷ് അറിയാം. ഇതാണ് പ്രൈമറി ആയിട്ടുള്ള സംഭവം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെയും വെസ്റ്റേൺ ഇന്ത്യയിലും തടയുക, ഇതൊരു പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. ഞാനൊരു കാര്യം പറയാം. അതായത് ഇൻഫോസിസിൻ്റെ നാരായണമൂർത്തി ഒരു 3-4 വർഷം മുമ്പ് അദ്ദേഹം ഒരു സെമിനാറിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വരികയാണെങ്കിൽ ഏകദേശം 10-15 വർഷം കൊണ്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യും. അതൊരു ബേസിക്കലി ഒരു ബോംബ് സ്ഫോടനം പോലാണ് ഈ സംഘപരിവാർ ഇത് കേട്ടത്. കാരണം അതായത് ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് സിറ്റികളിൽ താമസിക്കുന്നവരും ഇവരൊക്കെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞ്. കാരണം അവർ വിദേശത്തും മറ്റും പ്രൈമറി ആയിട്ട് എല്ലായിടത്തും അവർ ഓക്കുപ്പൈഡാണ്. അവർക്കിനി ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ജോലി പോകും, ഇവരുടെ ഡോമിനേഷൻ പോകും. ഇതോടുകൂടി ഇവന്മാർ തെരുവിലായി പോകും. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കാത്തലിക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യക്ക് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്ത പോലൊരു കോൺട്രിബ്യൂഷൻ ഒരു കമ്മ്യൂണിറ്റി ഒരാൾക്കാരും കൊടുത്തില്ല. പ്രത്യേകിച്ച് മലയാളികൾ വളരെ അഗ്രഗണ്യരായിട്ടാണ് ഇത് ചെയ്തത്. പ്രത്യേകിച്ച് കാത്തലിക് സഭയുടെ ഈ ചില ഉദ്ഘാടനമൊക്കെ നടക്കും തൃശ്ശൂരും അവിടെ ഇവിടെയൊക്കെ. പ്രധാനമന്ത്രി ചില ആൾക്കാർ ആദ്യം പറയുന്ന കാത്തലിക് സഭ എഡ്യൂക്കേഷനും അതേപോലെ ഹെൽത്തിനും കൊടുത്ത കോൺട്രിബ്യൂഷനാണ്. ഈ കോൺട്രിബ്യൂഷനാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം എന്തുവാ? ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ ഇത് ഒന്ന് തളർത്തുക. അതായത് ഈ പറയുന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ മാറ്റുക,
മാറ്റിക്കഴിയുമ്പോൾ ഹിന്ദിയിലോട്ട് തിരിച്ചു വരും. ഈ പറഞ്ഞ പാവം പിടിച്ച ദളിതും ആദിവാസികളും ബാക്ക്വേർഡ് ക്ലാസ് അവൻ രക്ഷപ്പെടത്തില്ല. അവൻ്റെ മുകളിൽ കയറി കളിക്കാം. അതായത് ഇവർക്ക് അറിയാവുന്ന വസ്തുതയാണ് ഇന്നത്തെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന മാറുന്ന ഇന്ത്യയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. ഒരു 15-20 വർഷം മുമ്പ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ, UP എടുത്തോ, ബീഹാർ എടുത്തോ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ എടുത്ത് ഹിന്ദി ബെൽറ്റ് എടുക്കാം. ഇവിടെ ദളിത് അട്രോസിറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ചെറുതായിട്ടേ കേസുകൾ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഈ കേസുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. ഈ കൂടാനുണ്ടായ കാരണം തന്നെയാണ് ഇത് ഇഷ്യൂ. എങ്ങനെയാ ഇത് കൂടാൻ കാരണം എന്തുവാ? ഈ അറ്റാക്ക് അവനെ തെറി വിളിക്കുന്നു, അവൻ്റെ ജാതി വെച്ച് പേര് പറയുന്നു, അവൻ നേരെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക. കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന IPC അനുസരിച്ച് കേസെടുത്തേ മതിയാവത്തുള്ളൂ. ഈ തെളിവ് ഉൾപ്പെടെയാണ് പോകുന്നത്. നേരത്തെ ഈ പാവം പിടിച്ച ദളിറ്റ്സിനോ ആദിവാസികൾക്കും പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഭയമാണ്. കാരണം ഇരിക്കുന്ന എല്ലാം അപ്പർ കാസ്റ്റാണ്. ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്നവർ, ഉദ്യോഗസ്ഥന്മാരെല്ലാം അപ്പർ കാസ്റ്റാണ്. ഈ കംപ്ലൈൻറ്റ് വരുമ്പോഴേ എടുത്ത് ദൂരെ കളയും. പക്ഷെ ഉണ്ടായ മാറ്റം, അതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ മാറുന്നു. ഈ പറയുന്ന ആദിവാസികളും ദളിറ്റ്സും എല്ലാം ഈ പോലീസ് സർവീസ് പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. റിസർവേഷനോടുകൂടി പല കീ പൊസിഷനിലോട്ട് മാറാൻ തുടങ്ങി. IPS കിട്ടാൻ തുടങ്ങി, IAS കിട്ടാൻ തുടങ്ങി. എനിക്ക് 2 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു. UP അവിടെ സീനിയർ IPS ഓഫീസർ, അയാൾ ദളിത് എന്ന രീതിയിൽ വളരെ മോശമായിട്ട് പരാമർശിച്ച് അയാൾ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഹരിയാന കേഡറിലുള്ളൊരു ഉദ്യോഗസ്ഥൻ, സീനിയർ IPS ഓഫീസറാണ്. അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അപ്പം ഇതൊക്കെ ജനങ്ങളുടെ ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിന് മാറ്റർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇത് കൃത്യമായിട്ട് ഇത് കാണുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റിക്കകത്തുണ്ടായ ഒരു മാറ്റം, അതായത് അവർ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. ഈ ചലഞ്ച് ചെയ്യാനുള്ള ബലവും ശക്തിയും പ്രാപ്തിയും കേപ്പബിലിറ്റിയും കിട്ടിയത് എഡ്യൂക്കേഷനിൽ കൂടെയാണ്. ആ ഒരു വരവാണ് പ്രശ്നം. അതിനുശേഷം അവർ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ, അതിൻ്റെ അകത്തൊരു ഹൗസ് ചർച്ച് എന്ന് പറഞ്ഞ് അങ്ങ് വർദ്ധിച്ചു. പിന്നീടാണ് സംഭവത്തിൻ്റെ പിച്ചങ്ങ് മാറുന്നത്. ഇവരെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം, അവിടെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സ്റ്റേറ്റാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. അവിടെ ഈ അപ്പർ കാസ്റ്റിനെ ചലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം അവർക്ക് പേടിയായിരുന്നു, ഭയന്നിരിക്കുമായിരുന്നു ഈ കമ്മ്യൂണിറ്റി. പിന്നീട് ഞാൻ പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തി. ഇവർക്ക് അനുകൂലമായിട്ട് ഭീം ആർമി എന്ന് പറഞ്ഞ ചന്ദ്രശേഖർ, അയാളുടെ പാർട്ടിയും കൂടെ വന്നു കഴിയുമ്പോൾ അതിനകത്തോട്ട് കയറി ജോയിൻ ചെയ്തു. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബജരാംഗ് ദളിന് ശരിക്കും ഭയം മനസ്സിലായത്. കാരണം അവൻ എന്തും പിന്നെ ചെയ്യും. കാരണം അവൻ ചെയ്യും, അവനതിൻ്റെ ധൈര്യമുണ്ട്, അവനറിയാം പിന്നെ ഫർദർ എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഇതാണ് ഇഷ്യൂ. ഇവിടെ കാത്തലിക് സഭ മനസ്സിലാക്കേണ്ടത് ഈ ബില്ല് ഉറപ്പായിട്ട് നടപ്പിലാക്കും. ഈ ബില്ല് നടപ്പിലാക്കുന്ന കാത്തലിക് സഭയെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ BJPയുടെ ഈ പറയുന്ന കേരളത്തിൽ ഈ PC ജോർജ് പറയുന്ന ഒരാളുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി പറയുന്നത് എനിക്കറിയാം, ഞാൻ 1-2 പ്രാവശ്യം സംസാരിച്ചിട്ട് പ്രാവശ്യം കണ്ടിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരിക്കലും ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് 2.6% ഉള്ളൂ. BJPയുടെ, അതായത് ഹിന്ദുക്കളുടെയും BJPയുടെയും RSSൻ്റെയും അവരുടെ അവരുടെ കവറിങ്ങിലാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ ജീവിക്കുന്നത്. അദ്ദേഹത്തോടും പറയാം, അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളോടും പറയാം, ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഈ RSSൻ്റെയും BJPയുടെയും പിന്തുണ വേണ്ട. അവർക്ക് കൃത്യമായിട്ട് അവരെക്കാളും വലിയ ഇന്ത്യനാണ്, അവർ രാജ്യസ്നേഹികളാണ്. PC ജോർജിൻ്റെ കുടുംബത്തിൽ നിന്ന് എത്ര പേര് ഇന്ത്യൻ പട്ടാളത്തിലും ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും ഇന്ത്യൻ എയർഫോഴ്സിലും സർവീസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കേരളത്തിലെ ഇന്ത്യയിലെയും ക്രൈസ്തവർ, പ്രത്യേകിച്ച് ആംഗ്ലോ ഇന്ത്യൻ ആണെങ്കിലും മലയാളി ക്രിസ്ത്യാനികളാണെങ്കിലും, അവർ ഇന്ത്യയുടെ ആർംഡ് ഫോഴ്സിൻ്റെ വലിയ ഭാഗമാണ്. ഇന്ത്യയുടെ ജനറൽമാരെ എടുത്താലും സീനിയറായിട്ടുള്ള ഓഫീസേഴ്സ് റാങ്കിലെടുത്താലും മലയാളികളായ ക്രിസ്ത്യൻ ഓഫീസേഴ്സ് വളരെയധികം ഉണ്ട്. അതേപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്. ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അത് PC ജോർജ് മനസ്സിലാക്കി. PC ജോർജിൻ്റെ ധാരണ പോലെ തനിക്ക് ജയിക്കാൻ വേണ്ടി RSSൻ്റെയും BJPയുടെയും പിന്തുണ വേണമായിരിക്കും. പക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെയും ക്രിസ്ത്യാനികൾക്ക് BJP ഒരു പുല്ലും പേടിയില്ല. അത് പേടിയായിരുന്നുവെങ്കിൽ താങ്കൾ അത് മനസ്സിലാക്കുക, തൻ്റെ തലയ്ക്കകത്തിടുക.
അവർക്ക് ഈ പറയുന്ന RSSനെയും BJPയെയും പേടിയായിരുന്നുവെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ അവരിതേപോലെ ഫൈറ്റ് ചെയ്യത്തില്ല. അതായത് ഇന്ന് നടക്കുന്ന ഫൈറ്റ് എന്ന് പറയുന്നത് അവർ കട്ടറായിട്ട് നിൽക്കുന്ന ബജറാങ് ദളിനെതിരെ RSSനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിനകത്ത് എനിക്ക് മലയാളികളായ പല ആൾക്കാരോടും, അതായത് പല ഈ മിഷണറിമാരോടും താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് പെൻറ്റക്കോസ്റ്റ് കമ്മ്യൂണിറ്റിയോട്. കാരണം മലയാളികളാണ് ഇത് കൊണ്ടുവന്നത്, മോൾഡും ഷേപ്പും ചെയ്തത്. ഇത്രമാത്രം ഫൈറ്റ് ഉണ്ടായിട്ട് പോലും അവർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. അവർ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും ഈ എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് പ്രധാനമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കാത്തലിക് സഭയാണെങ്കിലും പ്രൊട്ടസ്റ്റന്റ് സഭയാണെങ്കിലും RSSും സംഘപരിവാറും നടത്തിയ ഘർവാപ്പസി നിങ്ങൾക്കറിയാവേ, ഏത് വലിയ രീതിയിൽ മാസീവായിട്ടുള്ള പണം ഉപയോഗിച്ച് അവർ ഇന്ത്യയിലെ എല്ലാ ഗുരുവപ്പെട്ട എല്ലാ ആദിവാസി ഗ്രാമങ്ങളിലും ദളിത് ഗ്രാമങ്ങളിലും അവരുടെ പവർ, കാരണം അവരാണ് ആ സ്റ്റേറ്റ് ഭരിക്കുന്നത്, സെൻട്രൽ അവരാണ് ഭരിക്കുന്നത്, അവർ നടത്തിയ ക്യാമ്പയിൻ അട്ടർ ഫെയിലിയർ ആയിരുന്നു. പലയിടത്തും ഇവർ പോയി 1 മാസം 2 മാസമൊക്കെ നടന്ന് കുറച്ച് ആൾക്കാരെ ആക്കി, അത് കഴിഞ്ഞ് 6 മാസം തിരിച്ചു വന്നു കഴിയുമ്പോൾ അവരെ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഹിന്ദുക്കളെയൊക്കെ ഏൽപ്പിച്ചു. അതായത് ദളിറ്റ്സ് ആണെങ്കിൽ ആദിവാസികൾ ഹിന്ദുക്കളെയൊക്കെ ഏൽപ്പിച്ചു. കാരണം അവർ ഘർമാപ്പസിയായിട്ട് തിരിച്ചു വന്നൊരു ഗ്രൂപ്പാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു RSSകാരൻ പറഞ്ഞു, 6 മാസം കഴിഞ്ഞ് തിരിച്ച് അവിടെ പോയി നോക്കിക്കഴിയുമ്പം അവരെ ഏൽപ്പിച്ചവർ ഉൾപ്പെടെ ഉള്ളവർ തിരിച്ചു പോയി. ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റിയൊന്നും ഏക്കും പൂക്കും അറിയാത്തൊരു ഒരു മണ്ണൂന്നിയാണ് ഈ PC ജോർജ്. അയാളെ ഈ പറഞ്ഞൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. കേരളത്തിലെ കാത്തലിക് സഭ എടുക്കേണ്ട തീരുമാനമാണ്. ഈ പറയുന്ന ചോക്ലേറ്റ്സും അതും ഇതുകൊണ്ട് നിങ്ങൾ, ഞാൻ കൃത്യമായിട്ട് പറയും, ഇത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നിങ്ങൾ ഇവരുടെ മുമ്പിൽ സറണ്ടർ ചെയ്താൽ ലൈഫ് മുഴുവനും സറണ്ടർ ചെയ്യേണ്ടി വരും. ഇവിടെ നിൽക്കേണ്ടത് പ്രതിഷേധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളിത് ഈ കാത്തലിക് സഭയെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല വരാൻ പോകുന്ന ദിവസങ്ങൾ എങ്ങനെയായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചു ഈ പറയുന്ന സ്കൂളും കോളേജും ഇൻസ്റ്റിറ്റ്യൂഷനും ആശുപത്രിയും ഒക്കെ മതി, ഇതിൽ കൂടെയാണ് ഈ സംഭവങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അസറ്റ് അങ്ങ് കീറി. പിന്നീട് പ്രാഥമികമായിട്ടുള്ള കാര്യമുണ്ട്, ഒരു മിഷൻ വർക്കിൻ്റെ ബേസ് ആയിട്ടുള്ള സംഭവം. അതാണ് പോപ്പ് ലിയോ പറഞ്ഞത്. ബേസ് കാര്യം മറന്നിട്ട് ചെയ്തപ്പോഴാണ് ഈ പ്രശ്നം ലോകത്തെല്ലാം ഉണ്ടായത്. ഇന്ത്യയിലും ഉണ്ടായി, അത് കേരളത്തിലും ഉണ്ടായി. അതായത് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഇലക്ഷൻ സീസണാണ് കേരളത്തിൽ. ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. പല ആൾക്കാരും ഞാൻ പൂർണ്ണമായിട്ടും മോദിയെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന സുബ്രഹ്മണ്യ സ്വാമി, മധു കിഷോർ, ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. മധു കിഷോർ നല്ല സുഹൃത്താണ്. അവരോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ബേസിക്കലി ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനും, അതായത് ദളിറ്റ്സ് ആണെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും ആദിവാസികളെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും അവരെ നശിപ്പിക്കുക എന്നുള്ള അജണ്ടയോടുകൂടി വന്നിരിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഇവരെ ടച്ച് ചെയ്യാൻ കൊടുക്കരുത്. അത് കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇന്ന് വരെ തമിഴ്നാട്ടിൽ FCRAയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലും മറ്റുള്ളിടത്തും കയറി ചൊറിയാൻ പോകത്തിൻ്റെ കാര്യം എന്താണെന്നറിയോ? എന്തുകൊണ്ട് ആന്ധ്രയിൽ ഇഷ്ടംപോലെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എന്തുകൊണ്ട് അവിടുന്ന് FCRAയുടെ പ്രശ്നമില്ലാത്തത് എന്ന് കാത്തലിക്സിൻ്റെ ബിഷപ്പ്മാർ അച്ഛന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഏറ്റവും കൂടുതൽ ഇവാഞ്ചലിക്കലാണ്. കാരണം അവർക്ക് ഈ FCRA വലിയ കാര്യമൊന്നുമില്ല. ഒരു ഷെഡ് കൂടുക, ആൾക്കാർ കൂടുക, പ്രാർത്ഥിക്കുക, ഇത്രയേ ഉള്ളൂ അവരുടെ. അതായത് അവരാദ്യം നടത്തിയ ട്രാൻസ്ഫോർമേഷനാണ്. ട്രാൻസ്ഫോർമേഷനിൽ കൂടെയാണ് ഒരു സോഷ്യൽ സിവിലൈസ്ഡ് വേൾഡ് അവരുണ്ടാക്കാൻ ശ്രമിച്ചത്. കാത്തലിക് സഭ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. ഇതിനെ മുഴുവനും വലിയ ബിൽഡിങ്ങും അതും ഇതുമാക്കിയിട്ടങ്ങ് നിർമ്മിച്ചു. പക്ഷേ യഥാർത്ഥ രീതിയിൽ എന്താണ് അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് വിട്ടവർ നിങ്ങളെ തല്ലാൻ തുടങ്ങി. ഇതാണ് കാത്തലിക് സഭ ഒരുക്കേണ്ട ബേസിക് പാഠം. ഈ പറയുന്ന മെത്രാന്മാർ പറയുന്ന മൈക്രോ മൈനോറിറ്റി പുല്ലൊന്നും അല്ല ഇവിടെ ആവശ്യം. ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. ഗവൺമെൻറ്റിനോട് ഫൈറ്റ് ചെയ്യുക എന്നുണ്ട്, ആ സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ ഈ പോളിസി എതിർക്കുക. ഇവർ ഈ പറയുന്ന കള്ളത്തരങ്ങളും കപടതകളും വാഗ്ദാനങ്ങളും വിശ്വസിക്കരുത്. അതായത് വരാനുള്ള തലമുറയ്ക്ക്
നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും ഇവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെൻ്റെ വാക്കാണ്. ഇത് മോദി പറയുന്ന മോദീസ് ഗ്യാരണ്ടി പോലെ ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ തിരിച്ചറിവോട് ഇലക്ഷന് പ്രവർത്തിച്ചില്ല എങ്കിൽ അട്ടി കിട്ടാൻ പോകുന്ന കേരളത്തിലെ ക്രൈസ്തവർക്ക് തന്നെയായിരിക്കും.